ഇവിടെ ഇവിടെ ഒരു ദ്വാരമുണ്ട്. ഇതിന് കർണദ്വാരം എന്ന് പറയും. അത് ഈ ദ്വാരത്തിൽ നിന്ന് മറ്റുള്ള ദ്വാരത്തിൽ കൂടെ അത് പ്രകാശരശ്മി പോകുന്നുണ്ട്. അപ്പോ ഇത് കുടിക്കുന്ന ഒരു കിണറുണ്ട് ഇവിടെ. അതിന്റെ അപ്പുറത്ത് ഒരു കുളമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് വേറൊരു കുളമുണ്ട്. അന്ന് കാലത്ത് കക്കൂസയ്ക്ക് പോകുമല്ലോ, അത് പുറം പറമ്പിലാ പോയിരിക്കുള്ളൂ. പുരുഷന്മാർക്ക് അവിടെയും സ്ത്രീകൾക്ക് അവിടെയും. അപ്പൊ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു കുളം അവിടെയുണ്ട്. ഇവിടെ ഒരു കുളം വേറെ, രണ്ട് കുളം. അപ്പൊ ഈ തച്ചുശാസ്ത്ര പ്രകാരം ഇപ്പോ ഞങ്ങള് മോട്ടർ അടിക്കുമ്പോഴും മറ്റും നല്ലൊരു ഉറവ് ഇവിടക്കുണ്ട്. ആ കുളത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകാറുണ്ട്. എന്ന് വെച്ചാൽ ഇക്ക പറയുന്നത് ആ കുളത്തിനെയും അവിടുന്ന് ഈ കുളത്തിലോട്ടുള്ള ബന്ധിച്ചിട്ടുള്ള എല്ലാ ചുമരുകളുടെയും ഉള്ളിലൂടെ ഇങ്ങനെ അവിടെ ഇതിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ ദ്വാരം പോകുന്നുണ്ട്. അതങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ് പറയുന്നത്. അയറ്റത്തോട്ട് പോകുന്നതാണ് പറയുന്നത്. പണ്ടത്തെ ആളുകളുടെ ഓരോ തന്ത്രങ്ങൾ അല്ലെ. ഇതിന് മജ്ലിസ്, നമ്മുടെ അറബികളുടെ മജ്ലിസ്, പന്തലെന്ന് പറയും. ഈ വീടിന് വേറൊരു പ്രത്യേകത ഉള്ള ഒരുപാട് ജനലുകളുണ്ട്. ഇപ്പൊ ഈ ഒരു റൂമിൽ തന്നെ 5 വാതിലുകളുണ്ട്. 1, 2, 3, 4, 5. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഫ്രണ്ടിലെ ഡോറ് മാത്രമേ പുതിയത് വെച്ചു, ബാക്കിയെല്ലാം പഴയ വീടുകളാണ്. ഇതെല്ലാം കൈപ്പണികളാണ്. ഇതൊക്കെ അന്നത്തെ കാലത്ത്